ഹൈ ഫ്രണ്ട്സ്, സ്റ്റോറിയിലോട്ട് പോവാം. സ്റ്റോറിയിട്ട് പോവാം. അങ്ങനെ ഹീറോയ്ക്ക് അറിയില്ല. ഹീറോ എവിടേക്കെല്ലാം പോകുമ്പോൾ ഹീറോയിനെ ഒരാൾ ഫോളോ ചെയ്തായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് അവരോട് പറയായിരുന്നു. ഒരാളെ സ്മക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയില്ല. ഹീറോ ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് വീട്ടിലെല്ലാം ഫാമിലി സംസാരിക്കുമായിരുന്നു. അങ്ങനെ അത് ഇങ്ങനെ എടി എനിക്ക് ഇത് മാരേജിന് എനിക്ക് ഹസ്ബൻഡ് തിടന്നതെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് മാരേജ് അങ്ങനെ പറഞ്ഞു. ഇത് വോയിസ് ഒരാൾ കേട്ട് ഷോക്കായിരുന്നു. ഇത് ബോസിനോട് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബോസ് ഇങ്ങനെ ഹീറോയിൻ്റെ പേര് പറഞ്ഞിട്ട് ഒക്കെ മാരേജാണ് അലയൻസ് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ബ്ലാക്ക് ഐസ് ഡാർക്ക് ടെൻഷൻ. എന്ത് മാരേജാ, അതെങ്ങനെ നടക്കും എന്ന് മധ്യസ്ഥമായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ശരി ഓക്കെ വേറെ വഴിയില്ല. ഹീറോ പറഞ്ഞ് ആ ചെക്കനൊന്നും കേട്ടില്ല. ഹീറോയിൻ്റെ പുറകിൽ നടക്കുമായിരുന്നു ഒരു ചെക്കൻ സീനിയർ. അങ്ങനെ ഹീറോയി പറഞ്ഞത് എന്നാ ചെക്കനൊന്നും കേൾക്കില്ലായിരുന്നു. ആ സീനിയറോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക സീനിയർ, അതുമാത്രമല്ല അതൊന്നും സെറ്റാല സീനിയറോട് പറഞ്ഞു. ആ സീനിയർ ഒന്നും കേട്ടില്ല. ഹീറോയിനെ എന്തായാലും മാരേജ് കഴിക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോയിൻ്റെ മാരേജ് ഡേറ്റ് വന്നു. ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഹീറോയിൻ ശരി വേറെ വഴിയില്ല, എന്ത് ചെയ്യാം, നമുക്കിവിടെ ഉണ്ട്. ശരി അതെൻ്റെ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് സാറില്ല. ഫസ്റ്റ് വെർജിന് പോയ മോശം എന്ന ഹീറോയും ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. അങ്ങനെ റൂമിൻ്റെ വെളിയിൽ വന്ന് നോക്കി ഹീറോയ്ക്ക് ഷാക്ക്. എന്താ എന്താ ഇപ്പം ചേഞ്ച്, ഫുൾ ഒരു ചേഞ്ച് മാറിയിട്ടുണ്ടോ. എന്താ കല്യാണം ചെക്കൻ്റെ വീട്ടിൽ ഒന്നിട്ട് വെച്ച് അതൊരു പൂമാലത്തെ തൊപ്പി വീട് കാണാൻ പറ്റില്ലായിരുന്നു. ശരി വേറെ വഴിയില്ല. അങ്ങനെ മണ്ഡപത്തിലിരുന്ന് അങ്ങനെ ചടങ്ങ് വന്ന് പറയാൻ തുടങ്ങി. താലി കെട്ടാൻ വന്ന് താലി കെട്ടി ഹീറോയ്ക്ക്. ശരി എല്ലാം പോയി എന്ന് ഹീറോ സാഡായിരുന്നു. അങ്ങനെ മാരേജ് നടന്നു, എല്ലാ ചടങ്ങും കഴിഞ്ഞു. അങ്ങനെ പെണ്ണ് ചെക്കൻ അങ്ങനെയായിട്ട് അങ്ങനെ വീട്ടിൽ അങ്ങനെ ഹീറോയിൻ്റെ അങ്ങനെയായിട്ട് എല്ലാ ഇതൊക്കെ ചടങ്ങും കഴിഞ്ഞ് ഇനി വെളിയിൽ വന്ന് കാറിൽ പോയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ചെക്കനെ വീട്ടിലിട്ട് തൊപ്പിയെടുത്തു. ഹീറോയിൻ വീട് നോക്കില്ലായിരുന്നു. അങ്ങനെ ചെക്കൻ പഴം എല്ലാം കൊടുക്കായിരുന്നു. ശരി ഓക്കെ എന്ന് കാണാൻ നല്ല സുന്ദരനാണല്ലോ ചെക്കൻ എന്ന് പറഞ്ഞു. എന്തേ വളരെ നെഞ്ചമോ ചെക്കനെ കാണുന്നു. വാവ് നല്ല ചോക്ലേറ്റ് മാറിയിട്ടു. ചെക്കനെ ഭംഗിയില്ല. അങ്ങനെ ഹീറോ ഷോക്കായിരുന്നു. അങ്ങനെ ഒരു കല്യാണം ചെക്കന് ഗുഡുഗുഡു ഓടി വന്നു. നിർത്ത് അങ്ങനെ എല്ലാവരും നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് വോയിസ് എടുത്തിരുന്നു. ഒക്കെ ഷോക്കായി ഹീറോയ്ക്ക്. അജയ്ത് നീ എന്താ ഇവിടെ? അപ്പോൾ എൻ്റെ അടുത്തുള്ള ആരെയെന്ന് ഹീറോയി തിരിഞ്ഞൊക്കെ ഷോക്കായിരുന്നു. ജങ്കുക്ക് എന്ന് പറഞ്ഞ് ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. കണ്ണു വൈറസ് അതെങ്ങനെ നടന്നു അന്ന് ഹീറോയ്ക്ക് കൺഫ്യൂസായി. അതെ കുട്ടി പാഷ് ബാക്ക്. ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ വന്നായിരുന്നു. അപ്പോൾ മാരേജ് അപ്പോൾ വന്നു. അങ്ങനെ ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് പറയാൻ തുടങ്ങിയായിരുന്നു, ആൻഡ് നിങ്ങൾ തന്നെ മാരേജൊക്കെ വന്ന് അതുമാത്രമല്ല നിങ്ങൾ അജയ്ത്ത് അവൻ ഓളുടെ സൈഡിൽ ഓൾ പ്ലേ ബോയ് ആണ്, ഒരു ഗേൾസിന് ഒരു ചീച്ചത് അതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചില്ല. അവൻ്റെ ഫാമിലി പറയാൻ തുടങ്ങി അവരുടെ എനിക്ക് വൈഫുണ്ട്. അതിനായിട്ട് ഗേളിനെ വിളിച്ചായിരുന്നു ജങ്കുക്ക്. അങ്ങനെ ജങ്കുക്ക് അവനെ കണ്ട് പിന്നെ ഫോളോ ചെയ്ത് ജങ്കുക്ക് ആൾക്കാർ പറഞ്ഞായിരുന്നു. അത് ജങ്കുക്ക് ഹീറോയിനെ ഇപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ പിന്നെ ഹീറോയിനെ ഫോട്ടോ എടുത്ത് ഇവിടെ ഫോളോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ട് ഹീറോയ്ക്ക് അത് തന്നെ ഒരു സീനിയർ അക്കൗണ്ട് അതുകൊണ്ട് കൊടുക്കുന്ന ജങ്കുക്ക് കണ്ടു. ശരി പിന്നെ ഫോണിൽ സംസാരിച്ചത് നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് മനസ്സിലായി ശരി ഇവളെ രക്ഷിക്കാം എന്ന് ജങ്കുക്ക് വന്നായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് ഹീറോയിനെ പിടിച്ച് അതുകൊണ്ട് എല്ലാം നടന്നു. അങ്ങനെ ഹീറോയിൻ ഷോക്കായത് ജങ്കുക്ക് നോക്കായിരുന്നു. ജങ്കുക്ക് വന്ന് മാരേജ് സ്റ്റോപ്പ് ചെയ്തു. അത് ജങ്കുക്കാണ് ഹീറോയിനെ മാരേജ് കഴിച്ച് ഞാനുള്ള ലവ് ചെയ്യാണ് അതല്ല അങ്ങനെയായിട്ട്. അങ്ങനെ ജങ്കുക്കിനും കണ്ട് നല്ല ചെക്കനാണ് ഒക്കെ എന്ന് പറഞ്ഞു. അവളുടെ ബേബിയുണ്ട്. അത് ജങ്കുക്ക് പറഞ്ഞു സാരില്ലപ്പാന്ന് നീയൊക്കെ നല്ല മനുഷ്യനാന്ന്. അത് ജങ്കുക്ക് നല്ല ചെക്കൻ അതുപോലെ ഒന്നും ഉള്ളതായിട്ടുള്ളതാണ്. അത് ഹീറോയിന് മമ്മിക്ക് ഡാഡിക്കറി അതുപോലെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ജങ്കുക്ക് നല്ലൊരു കണ്ണുണ്ട്. അത് ഹീറോയിന് മമ്മിക്ക് ഡാഡിക്കല്ലാറ്. ശരി ഇത് നല്ല കാര്യം. അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ശരി അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാരേജ് ചെയ്യിക്കോളാന്ന് അവർ ഓക്കെ എന്ന് ഹീറോയ്ക്ക് ജങ്കുക്കും മാരേജ് നടന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ ഹീറോ പാലും എടുത്തോന്ന് അകത്ത് വന്ന് ഒരു സാരി എടുത്തായിരുന്നു. നല്ല പട്ട് കളർ സാരി. അങ്ങനെ ഹീറോ അകത്ത് വന്നു. ജങ്കുക്ക് ലോക്ക് ചെയ്തു. അങ്ങനെ ഹീറോ പാലോട് വെച്ച് കൊടുത്ത് കുടിച്ച് ജങ്കുക്ക് മതി കൊടുത്തു. അങ്ങനെ ഹീറോയോട് വെച്ച് ജങ്കുക്കോട് കേൾക്കാൻ തുടങ്ങി. സാർ നിങ്ങൾ എന്താ സാർ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ജങ്കുക്കിനോട് കേട്ടിരുന്നു.
അത് ഒന്നുമില്ല, അന്ന് ജങ്കുക്ക് വിളിച്ച് ഹീറോയിൻ ബെറ്റിൽ തള്ളി മേലെ ഓവറായി. ഹീറോയിൻ കിസ് അടിക്കുക. ഇവിടെ തന്നെ എന്താ ചെയ്ത് പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, ഇത് നമ്മൾ സെക്കൻഡ് ടൈം. ഞങ്ങൾ കുറേ ഷോക്കായി നോക്കാൻ തുടങ്ങിയിരുന്നു. അതെ, എന്താ പറയുക തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ജങ്കുക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്ത് ഗിഫ്റ്റ് അടിച്ചു. അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്ന് ജങ്കുക്ക് ഹീറോയിൻ നല്ല കെയറിങ് ആയിട്ട് നോക്കായിരുന്നു. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് ഇപ്പോൾ കൊറിയയിലുള്ളത്. ജങ്കുക്ക് ഹീറോയിനായിട്ട് ക്ലോസ് ആയിരിക്കും. അങ്ങനെ ഹീറോയിൻ ജങ്കുക്കൊരു വീട്ടിൽ ഫാമിലി മമ്മിക്ക് ഡാഡിക്കും ഹാപ്പിയാണ്. അത് മാത്രമല്ല കൊറിയ സൈസ് മാരേജായി. അന്ന് ജങ്കുക്ക് മമ്മിക്ക് ഡാഡി ഹാപ്പിയാണ്. അതായത് ജങ്കുക്ക് മാരേജ് കഴിച്ചപ്പോൾ പറഞ്ഞാൽ ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജാണ്. ജങ്കുക്ക് ലവ് ചെയ്തായിരുന്നു. മാത്രം ജങ്കുക്കൊരു ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്തു. ജങ്കുക്ക് ഗേൾ ഫ്രണ്ട് സെറ്റ് ആവില്ലാതെ ബ്രേക്കപ്പ്. പിന്നെ അറേഞ്ച് മാരേജ്. ജങ്കുക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഫോഴ്സ് ചെയ്ത് മാരേജ് കഴിച്ചത്. ഇപ്പോൾ ജങ്കുക്ക് ഹീറോയിനോട് ജങ്കുക്ക് ഫീലിങ്സ് ആയിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് ഉണ്ടാതിരുന്നതെന്ന്. അങ്ങനെ ജങ്കുക്ക് ഹീറോയിൻ വേണമെന്ന് ജങ്കുക്ക് ചെയ്തുകൊണ്ട് ജങ്കുക്ക് ഇതിന് ഇവൾ വിട്ട പാടില്ല എന്ന് ജങ്കുക്ക് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ജങ്കുക്ക് ഇവിടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ജങ്കുക്ക് ഇവിടെ അങ്ങാടെന്ന് ഹീറോയിൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അറിയുന്നു. ജങ്കുക്ക് അറിയും. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് ഹീറോയിൻ കൂടെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ ഓമിച്ചാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്ത് പറ്റി ബേബി എന്ന് പറഞ്ഞു. ഇപ്പോൾ ജങ്കുക്കൊരു ബേബിക്ക് 2 വയസ്സ്. ഹീറോയ്ക്ക് പറഞ്ഞ് വോമിറ്റായി. ഇങ്ങനെ ഹോസ്പിറ്റൽ പോലെ കൺഗ്രസ് ജങ്കുക്ക് വൈഫ് അഡ്മിറ്റാന്ന് പറഞ്ഞ് ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡിക്ക് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. ജങ്കുക്കിനോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്ക് ഇതല്ല ചടങ്ങ് കൊണ്ട്. ജങ്കുക്ക് ശരി ഓക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയിനെ ഇന്ത്യ കൊണ്ടുവന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ജങ്കുക്ക് കെയറിങ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോന്ന് വാവ് ചന്തുള്ള ചെക്കന് എത്ര ക്യൂട്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവർക്കും കുറച്ച് ഗേൾസുകളൊക്കെ രസമാകാൻ തുടങ്ങി. നല്ല ഹാൻസം ഉണ്ടല്ലോ ചെക്കന്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇവൾക്കൊരു ഭാഗ്യം ഇങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര കെയറിങ്. ജങ്കുക്ക് ഹീറോയിന് ഭയങ്കര കെയറിങ് ആണ്. ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഹീറോയ്ക്ക് കാല്